നമുക്ക് ദൈവവചനത്തിനായിട്ട് കാതോർക്കാം. വളരെ ശ്രദ്ധയോടെ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നമുക്ക് തിരിയാം. കുഞ്ഞുങ്ങൾക്ക് ഇന്ന് സൺഡേ സ്കൂള് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ശാന്തമായി പോകാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ തന്നെ ഇരുന്ന് ഇവിടെ പറയുന്ന ഏതെങ്കിലും ചില സത്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. സോ ഇഫ് യു ഹാവ്, യു മേ പ്ലീസ് ക്വയറ്റ്ലി ലീവ്. മേ ഗോഡ് ബ്ലസ് യു. ഇല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ഇരുന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളൊന്നും മനസ്സിലായില്ലെങ്കിലും ചില കാര്യങ്ങളെങ്കിലും ഗ്രഹിക്കുവാൻ നിങ്ങൾക്ക് നിശ്ചയമായും ദൈവം കൃപ തരും എന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് നടത്തുന്ന ബ്രഹ്മോഹനിൽ നിന്ന് നല്ലൊരു സന്ദേശം കേൾക്കുകയുണ്ടായി. അതിൽ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ പ്രയാസമാണെങ്കിലും അതിൽ മുഴുവനായി നമുക്ക് ആത്മീയ വർധന വരുത്തുന്ന ഏതു കാര്യത്തെയും നമ്മൾ പ്രയോജനമായി നമുക്ക് സ്വീകരിക്കാം. നമുക്ക് നല്ലത് മുറുകെ പിടിക്കാം. ദൈവം കൃപ ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചില കാര്യങ്ങൾ ചില സാഹചര്യങ്ങളിൽ പറയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ ചിലപ്പോൾ ചില പ്രയാസങ്ങളുണ്ടാവാം. പക്ഷെ നമുക്ക് നല്ലതിനെ, നമുക്ക് അഭികാമ്യമായതിനെ മുറുകെ പിടിക്കാൻ ആത്മീയ വർധനയ്ക്ക് കാരണമാകുന്ന എന്തും, ആത്മീയ പ്രചോദനത്തിന് കാരണമാകുന്ന ആത്മീയ സത്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനുവേണ്ടി നമ്മൾ വചനത്തിലില്ലാത്ത കാര്യങ്ങൾ എടുക്കേണ്ട കാര്യമില്ല നിശ്ചയമായിട്ടും. അപ്പോൾ അത് നമുക്ക് ഫിൽട്ടർ ചെയ്യാനുള്ള ഒരു ഡിസേൺമെൻറ്റ് ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ആ ഡിസേൺമെൻറ്റ് നമുക്ക് ഉപയോഗിക്കാം. അത് നിങ്ങളെല്ലാവരും ഉപയോഗിക്കണം. ആര് പ്രസംഗിച്ചാലും നമ്മൾ ആരും എറർ ഫ്രീ ആയിട്ട് പോപ്പുമാരൊന്നും പ്രസംഗിക്കുന്നില്ല. പണ്ട് പോപ്പുമാരാണ്, അവർക്ക് എറർ വരില്ല, തെറ്റിക്കൂടാ വരം അവർക്കുണ്ടെന്ന് പറയാറുണ്ട്. അങ്ങനെ തെറ്റിക്കൂടാ വരമൊന്നും പ്രസംഗകർക്കില്ല. നിങ്ങളിൽ ഒരുവനായി തന്നെയാണ് ആത്മീയ ശുശ്രൂഷകരും ഇരിക്കുന്നത്. അതുകൊണ്ട് കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ ആഴ്ച ഞാൻ സംസാരിച്ച വിഷയത്തിൻ്റെ തുടർച്ചയാണ് ഞാൻ ഇന്നും സംസാരിക്കുന്നത്. അതിനായി അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായത്തിലേക്ക് നിങ്ങളുടെ വിലയേറിയ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചത്. അതിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി. അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായത്തിൽ ഉദിച്ച് 10-ാം അധ്യായത്തിൽ തന്നെ അസ്തമിക്കുന്ന ഒരു ദൈവപുരുഷൻ, ദൈവത്തിൻ്റെ നിയോഗപ്രകാരം വന്ന ഒരു ദൈവപുരുഷൻ എന്ന് ഈ ശതാധിപനായ യഹൂദ ജാതിക്ക് പുറത്തുള്ള കൊർനെല്ലിയോസ് എന്ന വ്യക്തിയെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. ഇദ്ദേഹം, ഞാൻ പറഞ്ഞു, ഒഫീഷ്യലായിട്ട്, ഔദ്യോഗികമായിട്ട് ആദ്യത്തെ ജെൻറ്റൈൽ, യഹൂദന് പുറത്തുള്ള ഒരാൾ കർത്താവിനെ അറിയുന്നതിന്, അതായത് നമുക്ക് ഓരോരുത്തർക്കും മുന്നോടിയായ വിശ്വാസിയാണെന്ന് ഞാൻ പറഞ്ഞു. അവർക്ക് കർത്താവിൽ വളരുവാനും നമുക്കെങ്ങനെ കർത്താവിൽ പുരോഗമിക്കുവാനും ആത്മീയ വർധന പ്രാപിക്കാനും ആത്മനിറവ് പ്രാപിക്കാനും ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾക്ക് വേണ്ടി നിലനിൽക്കാനും കഴിയും എന്നതിൻ്റെ നിതാന്തമായ ഒരു ഉദാഹരണമായി ആര് തീരുന്നു? കൊർനെല്ലിയോസ് എന്ന വ്യക്തി തീരുകയാണ്. നമുക്ക് മുന്നോടിയായി മറ്റുള്ള യഹൂദന്മാരായ ശിഷ്യന്മാരെക്കാൾ യഹൂദർ കർത്താവിനെ ധാരാളം അറിഞ്ഞു. പക്ഷെ ഒഫീഷ്യലായി റെക്കോർഡ് ചെയ്ത ആദ്യത്തെ വിജാതീയനായ കൺവേർട്ട് കൂടെയാണ് കൊർനെല്ലിയോസ്. അതുകൊണ്ട് ഈ സംഭവം അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിലെ ആത്മനിറവ് പോലെ, അന്ന് 120 പേരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നതുപോലെ തന്നെ ആത്മാവിനാൽ ഈ ഭവനത്തിൽ കൂടിയിരുന്ന ഏവരെയും ദൈവം നിറച്ചതിന്, അതായത് വിജാതിയർക്ക് ദൈവം ആത്മപൂർണത നൽകിയതിന് നിഴലായി, നമുക്ക് ഓരോരുത്തർക്കും നൽകാൻ പോകുന്നതിന് നിഴലായി ഈ സംഭവം ഒരു ചരിത്ര യാഥാർത്ഥ്യമാണ്, നമുക്കൊരു പാഠമാണ്. നമുക്കെന്നും പാഠങ്ങൾ പഠിപ്പിച്ചു തരുന്ന ഒരു സംഭവ ചരിത്രമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ഇന്ന് പരിശുദ്ധാത്മാവിന് വീണ്ടും വീണ്ടും ഈ വചനഭാഗത്തിലൂടെ നമ്മളോട് പറയാനുള്ള സത്യങ്ങൾ ഗ്രഹിക്കാനുള്ള ആഗ്രഹത്തോടെ നമുക്ക് ഈ വേദഭാഗങ്ങൾ വീണ്ടും പരിശോധിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
ഇവിടെ നടക്കുന്നത് എവിടെയാണ്? കൈസരിയിലാണ്. ഇത്താലിക്ക എന്ന പട്ടാളത്തിൽ കൊർനെല്ലിയോസ് എന്ന പേരുള്ള ശതാധിപൻ, ഞാൻ പറഞ്ഞു, നമുക്ക് അധികാരമോ ജോലിയോ ലോകപ്രകാരമുള്ള സ്ഥാനങ്ങളോ എന്തുണ്ടായിരുന്നാലും ആത്മീയമായി വളരുന്നതിനോ ആത്മീയമായി പ്രയോജനപ്പെടുന്നതിനോ ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് വേണ്ടി നിൽക്കുന്നതിനോ ഇതൊന്നും ഒരു തടസ്സമല്ല. രണ്ടാമത്തെ വാക്യം ശ്രദ്ധിച്ച്, ഈ ശതാധിപൻ അവൻ ഭക്തനായിരുന്നു, തൻ്റെ സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനായിരുന്നു. അപ്പൊ ഭക്തിക്ക് അവൻ ഭക്തനായിരുന്നു. അവൻ ഭക്തൻ എന്ന് പറയുന്നത് സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനായിരുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വാക്ക്, അവനൊരു ഭക്തനായിരുന്നു. അതിൽ ഇംഗ്ലീഷിൽ വായിച്ചാൽ വൺ ദാറ്റ് ഫിയർഡ് ഗോഡ്. അവൻ ദൈവങ്ങളെയല്ല. അപ്പൊ ഏക സത്യ ദൈവത്തെക്കുറിച്ച് ബോധമുള്ള, എന്നാലും സുവിശേഷ സത്യങ്ങൾ ഗ്രഹിക്കാത്ത ഒരു ഭക്തനായിരുന്നു ആര്? അപ്പൊ ദൈവരാജ്യത്തോട് ഇങ്ങനെ ക്ലോസ് ആയിരിക്കുന്ന ഒത്തിരി ആളുകൾ നമ്മുടെ ലോകത്തുണ്ട്. They are not fully in the Lord. ആത്മീയമായ ആ വലിയ സുവിശേഷ സത്യങ്ങളുടെ ആഴങ്ങളിലേക്ക് അവർ വന്നിട്ടില്ല. പക്ഷേ they are close to the kingdom of God. അവർ ദൈവരാജ്യത്തിന് വളരെ അടുത്ത് നിൽക്കുന്നവരാണെന്ന് പറയുന്നതിൽ തെറ്റില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, സുവിശേഷം ഒരാളോട് പങ്കുവെക്കുമ്പം, പണ്ട് ഞാനൊരു ടേബിൾ പഠിച്ചിട്ടുണ്ട്. OML-ലും ക്യാമ്പസ് ക്രൂസൈഡിലും ഒക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ആ ടേബിള് പറഞ്ഞു കൊടുക്കാറുണ്ട്. ആ ടേബിൾ ഇങ്ങനെയാണ്: ഒരുവൻ കർത്താവിനെ അറിയും, ഒരുവനോട് സുവിശേഷം പറയുമ്പോൾ അവൻ ഏത് നിലയിലാണെന്ന് മാർക്ക് ചെയ്യണമെന്ന്. അത് മാർക്കിംഗ് ആരംഭിക്കുന്നത് -20 നിന്നാണ്. ക്രിസ്തുവിനെ കുറിച്ച് ഒരിക്കൽ പോലും കേട്ടിട്ടില്ലാത്തൊരു ട്രൈബൽ വ്യക്തിയോട് സുവിശേഷം പറയുമ്പോൾ അവൻ്റെ ടേബിൾ ആരംഭിക്കുന്നത് ചിലപ്പം -20 നിന്നായിരിക്കും. -20 നിന്ന് നമ്മൾ പോയി സുവിശേഷം പറഞ്ഞ നിമിത്തം -10 ഒരുവനെ കൊണ്ടെത്തിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അതൊരു വിജയമാണെന്ന് പറയാറുണ്ട്. 0 എത്തുമ്പോഴാണ് ഒരുവൻ കർത്താവിനെ അറിയുന്നത്. പിന്നെ 0 കഴിഞ്ഞാൽ ടേബിൾ അറിയുന്നവർക്ക് മൈനസും പ്ലസും ടേബിൾ അറിയുന്നവർക്ക് പിന്നെ ഈ 0ന്റെ വലത്തോട്ട് +1 +2 +3. ഇനി നിങ്ങൾ ഏത് പ്ലസ്സിലാണെന്ന് മാത്രം കണക്ക് കൂട്ടിയാൽ മതി. നമ്മളൊക്കെ ഈ പ്ലസ്സിൽ എവിടെയോ ആണ്. പക്ഷെ ഈ ടേബിൾ ഇങ്ങനെ നീണ്ടുപോകുന്നു. ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ അളവിൽ നമ്മൾ വർദ്ധിച്ചു വരണം. ഈ ടേബിളിലാണ് നമ്മളുമെന്ന് ചിന്തിക്കുന്ന, വളരെ ചിന്തിച്ചൊരു ഭക്തനുണ്ട്. പക്ഷെ ഇവിടെ ഞാൻ അത് പറഞ്ഞതിന്റെ കാരണം, സം പീപ്പിൾ ദേ ആർ ക്ലോസ് ടു ദ ട്രൂത്ത്, ക്ലോസ് ടു ദ കിങ്ഡം. അവർക്ക് നീതിബോധമുണ്ട്. ഞാനത് നിങ്ങളോട് സൂചിപ്പിക്കുകയുണ്ടായി. അവർക്ക് നല്ല പത്രധർമ്മം അറിയാം, നീതിധർമ്മം അറിയാം, ന്യായം എന്താണെന്നുള്ള ഏകദേശ ബോധം അവർക്കുണ്ട്. അപ്പൊ ഈ വ്യക്തി ദൈവങ്ങളെയല്ല, ദൈവത്തെ ആരാധിച്ചു. അപ്പൊ ദൈവത്തെക്കുറിച്ച്, ഏകസത്യ ദൈവത്തെക്കുറിച്ച്, ഇസ്രായേലിന്റെ ദൈവത്തെക്കുറിച്ച് ബോധമുള്ള, സത്യമാണെന്ന് സ്വീകരിച്ച, അതിലുറച്ച് ആ ലഭിച്ച ആത്മീയ പ്രകാശനത്തിനനുസരിച്ച് നടന്ന ഒരു വ്യക്തിയായിരുന്നു ഇദ്ദേഹം. നമുക്ക് ലഭിച്ച വെളിച്ചത്തിനനുസരിച്ച് നടക്കുന്നത് എത്ര പ്രധാനപ്പെട്ടതാണ്. നമുക്ക് ലഭിച്ച ആത്മീയ വീക്ഷണത്തിനനുസരിച്ച് നമ്മൾ നടക്കണം. അത് നടക്കുമ്പോൾ നമ്മൾ ഒരു വഴിയെ മുമ്പോട്ട് പോകുമ്പോൾ, ഒരു ഇടവഴിയെ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് മുഴുവൻ വഴിയും കാണത്തില്ല. വളവുകൾ, തിരിവുകളും ഉള്ള വളവ് കഴിഞ്ഞ പിന്നെ അപ്പുറം നമുക്ക് കാണാൻ പറ്റില്ല. നേരെയുള്ള പാതകളെ കാണാൻ പറ്റൂ. പക്ഷെ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ കുറച്ച് ദൂരം കൂടെ കാണാം, അടുത്ത വളവിൽ ചെല്ലുമ്പോൾ കുറച്ച് ദൂരം കൂടെ കാണാം. ഇങ്ങനെ തന്നെയാണ് നമ്മുടെ യാത്രകളും, നമ്മുടെ ആത്മീയ യാത്രകളും അങ്ങനെയാണ്. നമുക്ക് ദൈവം തന്ന പ്രകാശനത്തിനനുസരിച്ച് നമ്മൾ ആ പ്രകാശത്തിനനുസരിച്ച് ആ GPS ഫോളോ ചെയ്ത് ഒരിടത്ത് ചെല്ലുമ്പോൾ നമ്മൾ പറയും ടേൺ റൈറ്റ്, വഴി ഇതാകുന്നു, ഇതിലേ നടക്കൂ എന്ന് പറയുന്ന, പിമ്പിൽ നിന്ന് പറയുന്ന ആ ശബ്ദം നമുക്ക് കേൾക്കാനിടയാവും. ഇതാണ് ആശ്രയം, ഇതാണ് വിശ്വാസത്താൽ നടക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. ബ്ലൈൻഡ് അല്ല, പക്ഷെ വഴി ഇതാകുന്നു, ഇതിലേ നടക്കൂ എന്ന ശബ്ദം കേട്ട് നടക്കാൻ കഴിയണം.
ലഭിച്ച പ്രകാശനത്തിനനുസരിച്ച് നടന്ന ഏകസത്യ ദൈവത്തെക്കുറിച്ച് പൂർണ്ണമായ ബോധമൊന്നുമില്ലായിരുന്നെങ്കിലും അങ്ങനെ നടന്ന ഒരു വ്യക്തിയായിരുന്നു ഇദ്ദേഹം. അവൻ സകല ഗ്രഹത്തോടും കൂടെ, അത് ഞാൻ പറഞ്ഞു, കുടുംബത്തിൻ്റെ മേലുള്ള സ്വാധീനം, തൻ്റെ കുടുംബം വളരെ, ഹി വാസ് എ ഫാമിലി പേഴ്സൺ. ആ ഒരു ചലഞ്ച് ഇന്നത്തെ ലോകത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ വീടുകളിലുണ്ട്. ഫാമിലിയോടുകൂടെ ദൈവത്തെ ഭയപ്പെടാൻ ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് പറയാൻ പറ്റുന്ന യോശുവമാര് വാസ്തവത്തിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ വിത്ത് ഓൾ ഗ്രേസ് ആൻഡ് പ്രേയേഴ്സ്, പ്രാർത്ഥനയോടെ ഞാനും എൻ്റെ കുടുംബവും കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഈ ഒരു കാഴ്ചപ്പാടിൽ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വരാനുള്ള ഒരു കൃപയും ജ്ഞാനവും ഈ കാലഘട്ടത്തിൽ നമുക്ക് അധികം ആവശ്യമാണ്. കാരണം എല്ലാവരും ഇൻഡിപെൻഡൻ്റ് ആണ്. അതുകൊണ്ടാണ് ഐഫോണും ഐപാഡ് എല്ലാം കുഞ്ഞുങ്ങളടക്കം അവരവരുടെ പ്രൈവറ്റ് വേൾഡുകളിലേക്ക് പോകുന്നു. സോ ബിലവഡ്, നമുക്ക് ദൈവത്തെ സകല ഗ്രഹത്തോടും കൂടെ ഭയപ്പെടാനുള്ള ഒരു ഗ്രേസിനായിട്ട് പ്രാർത്ഥിക്കേണ്ടതുണ്ടെന്ന് ഈ വചനഭാഗത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ നമ്മളോട് ഓരോരുത്തരോടും പറയാം, this is for us, it's for me too. അതിനുള്ള ഒരു കൃപ ദൈവം നമുക്ക് തരട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. നോഹയ്ക്കും യോശുവയ്ക്കും മാത്രമല്ല ആ കൃപ. നോഹയെ സംബന്ധിച്ച് മക്കളും മരുമക്കളും അവരെല്ലാവരും ആ പെട്ടകത്തിൽ കിടന്നു. അപ്പോൾ അവരുടെ ആ ആത്മീയ സ്വാധീനമുണ്ടായിരുന്നു. നമ്മുടെ സ്പിരിച്വൽ ഇൻഫ്ലുവൻസ് കൊണ്ട് നമ്മുടെ കുടുംബത്തെ എങ്കിലും നമുക്ക് നേടിയെടുക്കാൻ കഴിയണം. അല്ലെങ്കിൽ നിശ്ചയമായും ആ സ്വാധീനത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഇറ്റ് ഈസ് ചാലഞ്ചിങ്, ഐ അഗ്രി. നമുക്കൊരിക്കലും മാസ്ക് ചെയ്യാൻ കഴിയത്തില്ല. ആൻഡ് നമുക്കങ്ങനെ കറക്റ്റ് ചെയ്യാനൊന്നും പറ്റിയ ഒരു കാലഘട്ടവും അല്ല ഇന്ന്. പ്രൈസ് ദി ലോർഡ്. അതിനെ ഓർത്തല്ല ഞാൻ പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞത്. നമുക്ക് ദൈവം കൃപ തരട്ടെ, അതിനെ അതിജീവിക്കാനുള്ള കൃപ തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവൻ ജനത്തിന് വളരെ ധർമ്മം കൊടുത്തു. അപ്പോൾ വളരെ ഉദാരമനസ്കനായ വ്യക്തിയായിരുന്നു, ഔദാര്യം കാണിക്കുന്ന വ്യക്തിയായിരുന്നു. ജനറസ് ആയിരിക്കണം നമ്മൾ. അപ്പം അതും ഈ ഒരു സത്യവും, ഈ ജനറോസിറ്റി എന്ന സത്യത്തെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച പറഞ്ഞുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ഊന്നുന്നില്ല. വി മസ്റ്റ് ബി ജനറസ്. കാരണം നമ്മുടെ പിതാവ് ഉദാരമനസ്കനായതുകൊണ്ട് തൻ്റെ കൃപ പോലും അവൻ നമ്മുടെ മേൽ ധാരാളമായി പകരാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് മഞ്ഞും മഴയും എല്ലാം ദുഷ്ടന്റെ മേലും നീതിമാന്റെ മേലും അയക്കുന്നത് കൊണ്ട് നമ്മൾ ഔദാര്യമുള്ളവരായിരിക്കണം. ദൈവത്തിൻ്റെ ഛായയിൽ, ഒന്നുമില്ലായ്മയിൽ നിന്ന് എങ്ങനെ സൃഷ്ടിച്ചു? ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിച്ചു. In his image, and one of the image of God is this. What is the image? ദൈവം എങ്ങനെയാണോ അതിൻ്റെ ഒരു മിനിയേച്ചർ ഫോം ആയിരിക്കും നമ്മൾ. We are not gods. പറയുന്നത് അഹം ബ്രഹ്മാംസി ഒന്നുമല്ല. No, we are not gods. പക്ഷെ നമ്മുടെ കണ്ണാടിയിൽ കാണുന്ന നമ്മളാണെന്ന് ആരെങ്കിലും പറയുമോ? No, we are. നമ്മുടെ ഇമേജ് ആണത് നമ്മുടെ കണ്ണാടിയിൽ. അതുപോലെ ഒരു ഇമേജ് ആണ് നമുക്കുള്ളത്. We carry the image of God. ദൈവം ആരാണെന്നുള്ളതിനെ കുറിച്ചൊരു ചെറിയ ഒരു മിനിയേച്ചർ ഫോം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ബട്ട് വി ആർ നോട്ട് ഗോഡ്, സർട്ടൻലി. അതുകൊണ്ട് ദൈവം ഉദാരമനസ്കനായതുകൊണ്ട് നമ്മൾ ഔദാര്യം കാണിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഛായയിൽ നമ്മൾ പങ്കാളിയാവുകയാണ്. നമ്മളെ സൃഷ്ടിച്ചത് അങ്ങനെയാണെന്നേ. സൃഷ്ടിച്ചത് അങ്ങനെ ആയതുകൊണ്ട് ഈ ഇമേജ് ഓരോ വിധത്തിൽ സ്നേഹം കാണിക്കുമ്പം നമ്മൾ ആരാ? ദൈവത്തെ പോലെ ആവുക. കരുണ കാണിക്കുമ്പം, ദീർഘക്ഷമ കാണിക്കുമ്പോൾ, ക്ഷമിക്കുമ്പം നമ്മൾ ആരെ പോലെ ആവുക? We are displaying the image of God. ശ്രദ്ധിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഇതാണ് ദൈവത്തിൻ്റെ സാദൃശ്യം. നമ്മൾ ആ കൂട്ടത്തിൽ ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. ക്രിയാത്മകമായി ചിന്തിക്കുമ്പോൾ, ക്രിയാത്മകമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ സാദൃശ്യം പേറുകയാണെന്ന് ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്. അല്ലേ എന്ന് ഞാൻ എന്നോട് ചോദിക്കാറുണ്ട്. എന്താ ഞാനത് പറഞ്ഞതിൻ്റെ കാരണം? ദൈവം സൃഷ്ടാവാണ്. ദൈവം സൃഷ്ടിക്കുന്നത് എങ്ങനെയാണ്? ഒന്നുമില്ലായ്മയിൽ. ഇന്ന് നമ്മൾ പാടി, ഒന്നുമില്ലായ്മയിൽ നിന്ന് മനുഷ്യൻ ഒന്നുമില്ലായ്മയിൽ സൃഷ്ടിക്കാൻ പറ്റുമോ?
മജീഷ്യൻസ് നമ്മളെ കളിപ്പിക്കാൻ കാണിക്കുന്ന വിദ്യകളേ ഉള്ളൂ. അത് വി കനോട്ട് ഡു ദാറ്റ്. വിദ്യകൾ മാത്രമാണ്, കൺകെട്ട് വിദ്യയാണെങ്കിൽ പോലും വി കനോട്ട്. ഈവൻ ഡെവിൾ കനോട്ട്. പക്ഷെ ദൈവത്തിന് മാത്രമേ ഒന്നുമില്ലായ്മയിൽ നിന്ന് സൃഷ്ടിക്കാൻ കഴിയൂ. ഞാൻ എന്തൊരു കാര്യം പറയാനാ വന്നത്, ഐ മിസ് ദാറ്റ് പോയിന്റ്. പക്ഷെ ഞാൻ മടങ്ങി ആ ചിന്ത എൻ്റെ മനസ്സിലേക്ക് വരുമെന്ന് ഞാൻ ചിന്തിക്കുന്നു. അപ്പോൾ ദൈവത്തിന് ഒന്നുമില്ലായ്മയിൽ നിന്ന് സൃഷ്ടിക്കാൻ കഴിയും, വേറെ ആർക്കും അതിന് കഴിയില്ല. ഈ ഭാഗത്തേക്ക് മടങ്ങി വരാം. അതിൻ്റെ അടുത്ത വാക്യം വായിക്കുമ്പം നമ്മൾ കാണുന്ന ചില ആത്മീയ സത്യങ്ങൾ. ആ അടുത്ത വാക്യത്തിലേക്ക് കടന്നു പോകുന്നു. ധർമ്മം കൊടുത്തും വളരെ ധർമ്മം കൊടുത്തും എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചും പോന്നു. അപ്പൊ പ്രാർത്ഥനയ്ക്കും നമുക്ക് ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവൻ നമ്മുടെ ആത്മീയ നിലവാരത്തിലേക്ക് കടന്നു വന്നിട്ടില്ല തിയറിറ്റിക്കലി. പക്ഷെ എങ്കിലും ഈ മൂല്യങ്ങളൊക്കെ തൻ്റെ ജീവിതത്തിൽ ഉണ്ട്. ഈ ലഭിച്ച മൂല്യത്തിൽ സ്ഥിരതയോടെ ജീവിക്കുന്ന ഒരു ഭക്തനായിരുന്നു താൻ, ദൈവത്തെ ഭയപ്പെടുന്നവനായിരുന്നു താൻ എന്ന സത്യമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. എപ്പോഴും എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചും പോകുന്നു എന്ന കാര്യം ഏതെങ്കിലും ഒരു വാക്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ടോ? ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ. മടുത്തു പോകാതെ ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ എന്നൊരു വാക്യവും ഉണ്ട് തെസ്സലോനിക്ക ലേഖനത്തിൽ. അപ്പം ഇടവിടാതെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ ആ പ്രാർത്ഥനയുടെ സ്പിരിറ്റിൽ നമ്മൾ മൂവ് ചെയ്യണം. വി കനോട്ട് എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയില്ല. പക്ഷേ ഇൻ എവ്രിതിങ് ദർ ഈസ് എ പ്രയർ ദാറ്റ് ഈസ്, ദൈവമേ സഹായിക്കണം, കരുണ കാണിക്കണം, ബലം തരണം, ജ്ഞാനം തരണം. ഒരു ജോലി ചെയ്യുമ്പോഴാണെങ്കിൽ ഇതെല്ലാം പ്രാർത്ഥനയിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഇടവിടാതെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമെന്ന് ഞാൻ കരുതുന്നു. രാത്രിയിൽ കിടക്കാൻ നേരത്ത് നമ്മുടെ ആത്മാവിനെ, നമ്മുടെ ദേഹം ദേഹി ആത്മാവിനെ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ഉറങ്ങുമ്പം വി ആർ പ്രേയിങ്. നമ്മൾ ഉറക്കമായിരിക്കാം, പക്ഷെ ബോധം ഉണരുമ്പോൾ ദൈവമേ എന്ന ബോധത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത്. ബോധം വരുമ്പോൾ അതാ ഇടവിടാതെ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥമെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. അപ്പൊ ഇടവിടാതെ പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയുടെ ഒരു ഇന്റൻസിറ്റി, ആ ഒരു സ്പിരിറ്റിൽ മൂവ് ചെയ്യേണ്ട കാലങ്ങൾ ഇത് വളരെ അതിക്രമിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഹൈലൻഡ് ഇമ്മാനുവൽ ഫെലോഷിപ്പിന് പ്രാർത്ഥനയുടെ തീവ്രത വർദ്ധിപ്പിക്കേണ്ട കാലമാണ്. നമ്മൾ എവിടെയൊക്കെ പാസ്റ്റർ പറയുന്നത് പോലെ 2 മിനിറ്റ് അല്ലെങ്കിൽ എവിടെയൊക്കെ 2 പേർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കാൻ ഒരു അവസരം ഉള്ളപ്പം നമ്മൾ അരമണിക്കൂറിന് ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കാൻ ഉത്സാഹം കാണിക്കാൻ നിങ്ങൾ പറയണം. ഞങ്ങൾ പറയുന്ന കാത്തുകൊണ്ട് നിങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കരുത്. പാസ്റ്റർ പറയട്ടെ എന്നിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാമെന്നല്ല. പാസ്റ്ററെ എവിടെ കൂടണം എന്ന് ചോദിക്കാൻ നിങ്ങൾക്ക് കഴിയണം. ഞങ്ങൾ വന്നാലും ഇല്ലെങ്കിലും ഒരുമിച്ച് 2 വിശ്വാസികൾ കൂടി ഒരു ഏരിയയിലുള്ള 2 പേര് കൂടി പ്രാർത്ഥിക്കാൻ ഒരു 10 മിനിറ്റ് ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കാൻ ഒരു പ്രയോറിറ്റി നമുക്ക് വേണം. ഈ മനുഷ്യൻ ഇന്ന് പരിശുദ്ധാത്മാവിൽ നമ്മളോട് ആ ആലോചന പറയുന്നുണ്ടോ പ്രിയരെ? അങ്ങനെ പറയുന്നുണ്ട്. പേഴ്സണലി വേണം, പേഴ്സണലി പ്രാർത്ഥിക്കണം. പേഴ്സണലായിട്ട് പ്രാർത്ഥിക്കുന്നവരാണ്, പക്ഷെ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കാൻ അന്യോന്യം ഉത്സാഹിപ്പിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് സ്പിരിച്വൽ സ്ട്രെങ്ത് ഉള്ളൂ. ആഹാരം കഴിച്ചില്ലെങ്കിൽ നമുക്ക് കയ്യിൽ വിറ ഉണ്ടാവുന്നവരുണ്ട്. എത്ര പേരുണ്ട്? നന്നായി വിശന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിറയ്ക്കും. ഇതുപോലെ നന്നായി പ്രാർത്ഥിച്ചില്ലെങ്കിൽ അകത്തെ മനുഷ്യന് വിറയ്ക്കും, ബലം കുറയും. സോ ബിലവഡ്, നമ്മുടെ പ്രാർത്ഥനകളുടെ ഹൈലൻഡ് ഇമ്മാനുവൽ ഫെലോഷിപ്പിന്റെ പ്രാർത്ഥനയുടെ തീവ്രത വർദ്ധിപ്പിക്കാൻ, ഒരു സമർപ്പണം അന്യോന്യം എടുക്കാൻ, അന്യോന്യം ഉത്സാഹിപ്പിക്കാൻ. എല്ലാവർക്കും ഒരേ ഇന്റൻസിറ്റിയിലുള്ള തീവ്രതയൊന്നും ഉണ്ടാവത്തില്ല. ലെറ്റ്സ് ബി ഓണസ്റ്റ്. അതുകൊണ്ട് എനിക്ക് ഒരാളെ ഉത്സാഹിപ്പിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഉത്സാഹിപ്പിക്കാൻ. ഇതാണ് അന്യോന്യമുള്ള കൂട്ടായ്മയുടെ മഹത്വം. അതാണ്. സോ അങ്ങനെ നമുക്ക് അന്യോന്യം ചെയ്യാൻ നമുക്ക് പ്രാർത്ഥിക്കണം. നമുക്ക് അല്പം ഒരുമിച്ച് കൂടണം എന്ന് പറയാൻ ഒരു ഗൈഡൻസ്, ആ ഒരു തീവ്രത ദൈവം നമ്മുടെ മനസ്സിൽ ജനിപ്പിക്കട്ടെ എന്ന് പരിശുദ്ധാത്മാവിൽ ഇന്ന് ഈ കൊർന്നല്യോസിന്റെ ജീവിതത്തിലൂടെ ഇന്ന് നമ്മളോട് ഞാൻ പറയുകയാണ്. ആൻഡ് വി നീഡ് ഇറ്റ്. നമ്മൾ ഒത്തിരി ഫ്രൂട്ട്ഫുള്ളായ നല്ല വേല ഈ പട്ടണത്തിലും നമ്മളെ ദൈവം അയക്കുന്ന മേഖലകളിലൊക്കെയും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ തീവ്രത ശരിയായ വിധത്തിൽ വർദ്ധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.
നിങ്ങളുടെ ജോലികളിലാണെങ്കിലും നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വിടുതലുകളാണെങ്കിലും ആ വിധത്തിൽ വളരെ ഇൻറ്റൻസീവായിട്ട് ഉപവാസത്തോടെ, അതും നമ്മൾ ഇവിടെ കാണുകയാണ്. അടുത്ത വാക്യത്തിൽ അത് വ്യക്തമാണ്. അടുത്ത വാക്യം വായിച്ചേ, 3-ാമത്തെ വാക്യം. അവൻ പകൽ നേരത്ത് ഏകദേശം 9 മണി നേരത്തെ ഒരു ദർശനത്തിൽ ദൈവദൂതൻ തൻ്റെ അടുക്കൽ അകത്ത് വരുന്നത് സ്പഷ്ടമായി കണ്ടു. അവൻ ഉപവാസത്തോടു കൂടി ആയിരുന്നത്. പിന്നീട് എവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ ആ ഒരു ഡിസിപ്ലിനിൽ മുമ്പോട്ട് പോയ ഒരു സമയത്ത് ഒന്നും പ്രതീക്ഷിക്കാതെ, കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞു, ഒരു സാധാരണ ദിവസം സ്റ്റാർട്ട് ചെയ്ത് അവനെ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ദൈവദൂതന്റെ ഒരു അഭിമുഖം തനിക്കുണ്ടാകുമെന്ന്. 3-ാം വാക്യത്തിൽ തന്നെ നിൽക്കാം. അവൻ പകൽ നേരത്തെ, ഇത് പകലാണ്, ഏകദേശം 9 മണി നേരം. അത് നമ്മുടെ ടൈമിങ്ങിന്റെ സിസ്റ്റം. 9 മണി നേരം എന്ന് പറഞ്ഞാൽ എത്ര പകൽ? 3 മണി ഈവനിങ് ആണത്. ഈവനിങ് 6 ആണോ? ഓക്കെ, ഇറ്റ് ഷുഡ് ബി 3 o'clock അല്ലേ? ഓക്കെ, ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല. 9 മണി നേരത്തെ ഒരു ദർശനത്തിൽ ഒരു ദൈവദൂതൻ തൻ്റെ അടുക്കൽ അകത്ത് വരുന്നത് എങ്ങനെ കണ്ടു? നോട്ട് ദാറ്റ് പോയിന്റ്. സ്പഷ്ടമായി കണ്ടു. വെളിവുകേട് നമ്മൾ ഒത്തിരി കാണാറുണ്ട്. ചില സമയത്ത് ഞാൻ പറയാറുണ്ട്, നമ്മൾ ഇച്ചിരി ആഹാരമൊക്കെ കൂടുതൽ കഴിച്ചെന്ന് ഉറങ്ങി നോക്കിയാൽ ഒരുപാട് വെളിവുകേടുകൾ കാണും. അതിനെക്കുറിച്ചല്ല ഇത് സ്വപ്നമല്ല. ഇറ്റ്സ് എ വിഷൻ. ഇത് സ്വപ്നമല്ല, വിഷൻ. സോ ഇറ്റ്സ് as if it's so real. ആ ഒരു എക്സ്പീരിയൻസ് താൻ സ്പഷ്ടമായി കണ്ടു. കൃത്യമായ ആജ്ഞകൾ നൽകി, കൃത്യമായ ഗൈഡൻസുകൾ നൽകി. ഇല്ലാത്ത എന്തൊക്കെയൊക്കെയോ കുറേ ചില പറയാറുണ്ട്, കടലൊക്കെ ഇളകി വരുന്നത് ഞാൻ കണ്ടു എന്നൊക്കെ പറയാറുണ്ട്. നത്തിങ് റോങ് വിത്ത് ദാറ്റ്. പക്ഷെ അങ്ങനെ സ്പെസിഫിക് അല്ലാത്ത കാര്യങ്ങളല്ല, ഇത് വളരെ സ്പെസിഫിക് ആയിരുന്നു. ശ്രദ്ധിച്ചോ നിങ്ങൾ? ഇത് ശരിയായ ദർശനങ്ങളും തെറ്റായതും തമ്മിൽ തിരിച്ചറിയാനുള്ള ചില ഉൾക്കാഴ്ചകൾ നമുക്ക് ഈ വേദഭാഗത്ത് നിന്ന് ലഭിക്കുകയാണ്. വിജാതീയനാണ്, സ്പിരിച്വൽ എക്സ്പീരിയൻസ് ഒന്നും തന്നെ നമ്മളുടെ കൂട്ടൊന്നുമില്ല, നമ്മളുടെ കൂട്ട് ആത്മീയ ബോധവും ഇല്ല, നമ്മളുടെ കൂട്ട് വചനം അറിയത്തില്ല. പക്ഷെ ദൈവദൂതൻ ആണെന്ന് മനസ്സിലായി, സ്പഷ്ടമായിട്ട് കണ്ടു. എന്നിട്ട് എങ്ങനെ വിളിച്ചു എന്നാ പറഞ്ഞ്? കൊർനെല്യോസേ. പ്രദീപിന്റെ പേര് ദൈവത്തിന് അറിയാമോ എന്ന് ഇനി സംശയിക്കരുത്. കാരണം ദൈവദൂതൻ എന്താ വിളിച്ചത്? സ്പെസിഫിക് കോൾ. ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു എന്ന വാക്യം നമ്മൾ വായിച്ചു. ഇനിയിപ്പോ എന്റെ പേര് ദൈവത്തിന് അറിയാമോ? എന്റെ പേര് കൊർനെല്യോസിനെ ഈ വിളിച്ച വിളി കൊണ്ട് എൻ്റെ പേര് ദൈവത്തിന് അറിയാം എന്ന സത്യത്തെ ഓർമ്മിപ്പിക്കുന്നതാണോ അല്ലയോ എന്ന് നിങ്ങൾ പറ. He called കൊർനെല്യോസേ. നമ്മുടെ പേര് ദൈവത്തിന് അറിയാമെന്നത് ഇനി സംശയിക്കരുത്. വിജാതീയനായ ഈ മനുഷ്യനെ ദൈവത്തിന് അറിയാമായിരുന്നു. തൻ്റെ നീക്കങ്ങളെ നിരീക്ഷിക്കുന്ന ദൈവത്തിന്റെ കണ്ണ് എല്ലായിടത്തുമുണ്ട്. പക്ഷെ തന്നിൽ ഏകാഗ്രചിത്തന്മാരുടെ മേലൊരു സ്പെഷ്യൽ ഐ ഓൺ ഹിം. അവന്റെ മേലൊരു പ്രത്യേകമായ കണ്ണ് ദൈവത്തിനുണ്ട്. കൊർനെല്യോസേ എന്ന് തന്നോട് പറയുന്നത് കേട്ടു. വെറും തോന്നലായിരുന്നില്ല, അത് കേട്ടു. അടുത്ത വാക്യം, അവനെ ഉറ്റുനോക്കി. ഇപ്പൊ ഇതൊരു വെറും ഒരു ഡ്രീം ആയിരുന്നെങ്കിൽ നമ്മൾ ചില ഡ്രീമിൽ ചില നല്ല വണ്ടർലാൻഡിലൊക്കെ പോകുന്ന ഒരു ഡ്രീമൊക്കെ, വണ്ടർലാൻഡിൽ പോകുന്ന ഒരു ഡ്രീം കണ്ടിട്ട് അയ്യോ ഉണരാതിരുന്നായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നല്ലൊരു ഡ്രീം, വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളൊരു സ്ഥലത്ത് പോകുന്ന ഡ്രീം, അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? പക്ഷെ ഇത് അവൻ എങ്ങനെ ചെയ്തു എന്നാ പറയുന്നത്? ഭയപരവശനായി അവൻ ഉറ്റുനോക്കി എന്നാ. അപ്പൊ തന്റെ കോൺഷ്യസ്നസ്, തനിക്ക് ബോധം ശരിയായി ഉണ്ടായിരുന്നു. ഉറ്റുനോക്കി. അവരൊന്നിട്ട് ഉണർന്നില്ല. ആ ഒരു കൃത്യതയിലും ക്ലാരിറ്റിയിലും തന്നോട് സംസാരിക്കാൻ, അത് ഡ്രീം ആണെങ്കിൽ നടക്കത്തില്ല. പെട്ടെന്ന് ഉണർന്നു കഴിഞ്ഞാൽ അയ്യോ എല്ലാം പോയല്ലോ എന്നാണ് നമ്മൾ പറയുന്നത്. അങ്ങനെയല്ലേ? ഒരു നല്ല സ്വപ്നം കണ്ടിട്ട് ഉണർന്നു കഴിഞ്ഞാൽ ശരിക്കൊന്ന് ഒരു ബോധം വന്നു കഴിയുമ്പോഴത്തേക്കും അയ്യോ എല്ലാം അങ്ങ് മാഞ്ഞു പോയല്ലോ എന്താ
This is not like that. This was a real vision. And there is a continuity. കൃത്യമായ നടത്തിപ്പുകളും ആജ്ഞാപനങ്ങളും ഉണ്ടായിരുന്നു അവിടെ. താഴോട്ട് നമ്മൾ ഈ വരികളുടെ ഇടയിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് നമ്മളോട് പറയുന്ന സത്യങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് ഈ വചനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. പരിചയമുള്ള ഈ കഥയുടെ ഈ ചരിത്രത്തിൻ്റെ നടുവിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചില ആലോചനകൾ നമ്മളോട് പറയുന്നത് ഏറ്റെടുക്കാൻ നമുക്ക് കഴിയട്ടെ. എന്നിട്ട് എന്താ പറഞ്ഞ് ഉറ്റുനോക്കി ഭയപരവശനായി എന്താകുന്നു കർത്താവേ എന്ന് ചോദിച്ചു. ആ ചോദ്യത്തിൽ അതിന് കീഴ്പ്പെടാനുള്ള മനോഭാവത്തോടെയാണ് ചോദിച്ചത്. അവനോട് നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിൻ്റെ മുമ്പിൽ എത്തിയിരിക്കുന്നു. ഈ കാര്യത്തെക്കുറിച്ച് കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു. നമ്മുടെ പ്രാർത്ഥനകളും ധർമ്മവും നമ്മുടെ ഔദാര്യ മനോഭാവങ്ങളും, ധർമ്മം ചിലപ്പോൾ കൊടുത്തില്ലേലും ഒരു ജനറസ് ഹാർട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ദൈവം നോട്ട് ചെയ്യും. അതെത്തിയിരിക്കുന്നു. ദൈവം തക്ക സമയത്ത് അതിനുള്ള പ്രതിഫലം നൽകും. ഇവിടെ തനിക്ക് നൽകിയ പ്രതിഫലം എന്തായിരുന്നു? തൻ്റെ രക്ഷയ്ക്കായുള്ള വഴി ദൂതനെ ദർശനത്തിലൂടെ വിട്ട് തനിക്കായി ഒരുക്കുകയാണ് ഇവിടെ ചെയ്തത്. തൻ്റെ രക്ഷ, തനിക്ക് ലഭിക്കുന്ന പ്രതിഫലം അത് ഭൗതികമായിരുന്നില്ല, ആത്മീയമായിരുന്നു. തൻ്റെ സാൽവേഷൻ ആയിരുന്നു. നമ്മുടെ ഏറ്റവും വലിയ ആവശ്യം എന്താ? നമ്മുടെ രക്ഷയാണ് പ്രിയരെ, നമ്മുടെ രക്ഷയാണ്. ആ രക്ഷയ്ക്കായി കാക്ഷിക്കുന്നവനെ ഞാൻ അതിലാക്കുന്ന ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഈ സത്യങ്ങൾ ഗ്രഹിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിൻ്റെ മുമ്പിൽ എത്തിയിരിക്കുന്നു. താഴോട്ട് 5-ാമത്തെ വാക്യം. ഹല്ലേലൂയ. 5-ാമത്തെ വാക്യം. ഇപ്പോൾ യോപ്പയിലേക്ക് ആളയച്ച് പത്രോസ് എന്ന് മറുപേരുള്ള ശിമോനെ വരുത്തുക. ഈ ഇൻസ്ട്രക്ഷൻ ദൂതൻ കൊടുക്കുമ്പോൾ, ദർശനത്തിൽ ലഭിക്കുമ്പോൾ, ഇതൊരു പത്രോസ് ആരാണെന്നോ യോപ്പ എവിടാണെന്നോ എന്നുള്ളതിനെക്കുറിച്ച് ഒരു ബോധവും ഇദ്ദേഹത്തിന് ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു. ഒരുപക്ഷെ യോപ്പ എന്ന ഒരു സിറ്റി ആയിരുന്നു. ഇറ്റ് വാസ് എ ബിസി സിറ്റി. നിങ്ങൾ കേട്ടിട്ടുണ്ടോ യോപ്പയെക്കുറിച്ച്? യോപ്പയെക്കുറിച്ച് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ബൈബിളിൽ യോപ്പയെക്കുറിച്ച് എവിടെയെങ്കിലും നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോ? യോപ്പയിലേക്ക് പോകാൻ പറഞ്ഞ ഇപ്പോൾ യോപ്പയിലേക്ക് ആളയച്ചു പത്രോസിനെ വരുത്താൻ. യോപ്പ എന്ന പട്ടണം എവിടെയെങ്കിലും നിങ്ങളുടെ മനസ്സിൽ റിങ് ചെയ്യുന്നുണ്ടെങ്കിൽ പറ. യോനയുടെ പുസ്തകത്തിലാണ്. 1-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം എടുത്തേ. യോനയുടെ പുസ്തകം. യോനയെ കുറിച്ച് പറയാനല്ല വാക്യം, ആ യോപ്പ എന്ന പട്ടണത്തെ കുറിച്ച് മാത്രം പറയാനാണ്. യോപ്പ എന്ന പട്ടണം വളരെ ബിസി സിറ്റിയാണ്. ഈ ബിസി സിറ്റിയിൽ കൈസരിയും യോപ്പയും ഒക്കെ വളരെ പ്രധാനപ്പെട്ട ചില പട്ടണങ്ങളായിരുന്നു. നീ പുറപ്പെട്ട മഹാനഗരമായ 3-ാമത്, അങ്ങനെ യോന പുറപ്പെട്ട് മഹാനഗരമായ നിനവയിലേക്ക് ചെന്ന് ഞാൻ നിന്നോട് അരുളി ചെയ്യുന്നത് പ്രസംഗം, അതിനോട് പ്രസംഗിക്കുക. 2-ാമത്തെ വാക്യം. അടുത്ത വാക്യം വായിച്ച 3-ാമത്തെ. എറൈസ്, ഇംഗ്ലീഷിൽ തന്നെ. സോ ജോന arose and went unto Nineveh according to the word of the Lord. Now Nineveh was an exceeding great city of 3 days journey. അവിടെ എവിടെയെങ്കിലും നിങ്ങൾ യോപ്പയെ കുറിച്ച് കണ്ടോ? അടുത്ത വാക്യത്തില് യോന നഗരത്തിൽ കടന്നു. ഇതേത് 3-ാം അധ്യായമാണ് വായിക്കുന്നത്? 1-ാം അധ്യായം എടുത്താട്ടെ. സോറി, 1-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. എന്നാൽ യോന യഹോവയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ട് തർശീശിലേക്ക് ഓടിപ്പോകേണ്ടതിന് പുറപ്പെട്ട് യോഫാവിലേക്ക് ചെന്നു. യോഫാവ് ജോപ്പയാണ്. അതിൽ മലയാളത്തില്, ഇംഗ്ലീഷിൽ നോക്കിയേ. ആൻഡ് വെന്റ് ഡൗൺ ടു ജോപ്പ. എങ്ങനെ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ട് പോകാൻ വേണ്ടിയിട്ട് തെരഞ്ഞെടുത്ത പട്ടണമായിരുന്നു ഏത്? യോപ്പ. Does it connect? എന്തെങ്കിലും ആത്മീയ സത്യങ്ങൾ, ആത്മീയ പാഠങ്ങൾ നമ്മൾ അതിൽ നിന്ന് പഠിക്കാൻ പറ്റുമോ? ഇവിടെ ദൈവത്തിന്റെ ഹിതത്തിലേക്ക് വരാൻ വേണ്ടി യോപ്പയെ ഒരു കണക്റ്റിംഗ് പോയിന്റ് ആയിട്ട് മാറ്റുന്നു. ഈവൻ പീറ്ററിനും അതേ സമയത്ത് അതേപോലെ ദൈവത്തിന്റെ ഇടപെടൽ ഒരേ സമയത്ത് പത്രോസിനും ഒരേ നിലയിൽ പത്രോസിനും ഇവരെ രണ്ടുപേരെയും രൂപാന്തരപ്പെടുത്താൻ വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ ഒരു കരം ഇതിന്റെ പുറകിലൊന്ന് ചിന്തിച്ച് ഒരേ സമയത്ത് ഇത് മനുഷ്യകരമാണോ?
ഇത്രയും തിരക്കുള്ള പട്ടണങ്ങൾ ഒത്തിരി ബിസിയായ കാര്യങ്ങൾ നടക്കുകയാണ്, ഒത്തിരി വലിയ വലിയ കാര്യങ്ങൾ നടക്കുക. അതിൻ്റെ ഇടയിൽ ദൈവത്തിൻ്റെ പദ്ധതിക്കായിട്ട് ദൈവത്തിന് കൃത്യമായ ചില വഴികളുണ്ട്. ഗൂഗിൾ മാപ്പൊക്കെ കണ്ടുപിടിക്കുന്നതിന് എത്രയോ കാലം മുമ്പ് കൃത്യമായി കൃത്യസ്ഥലത്ത് കൃത്യമായ ആളെ പോയി കാണാൻ പറയുന്നത് ഇത് മാപ്പിനേക്കാൾ അക്യുറേറ്റ് അല്ലേ പ്രിയരെ? ഗൂഗിൾ മാപ്പൊക്കെ ഉണ്ടായിട്ട് എത്ര നാളായി? സംതിങ് ഈസ് ഗോയിങ് ഓൺ ഇൻ ദ ഡിവൈൻ എക്കോണമി ഓഫ് ഗാഡ്. ഭൂമിയിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് യോബിന്റെ പുസ്തകത്തിലല്ലേ നമ്മൾ വായിക്കുന്നത്. പിശാച് ദൈവസന്നിധിയിൽ ചെന്നൊരു കോൺട്രവേഴ്ഷ്യൽ വാക്യം അവിടെയുണ്ട്. വി ഡോണ്ട് നോ ഹൗ ദാറ്റ് ഈസ്. പക്ഷെ നമുക്ക് ഒരു കാര്യം അറിയാം, പിശാചിനെ കണ്ടപ്പോൾ തമ്പുരാൻ ചോദിച്ചത് കൊച്ചി പട്ടണത്തിലെ മെട്രോയുടെ പണി എവിടം വരെ ആയെന്നാണോ? അല്ലെ, നമ്മൾ ഇവിടുത്തെ എന്തെല്ലാം വലിയ കാര്യം, അല്ലെങ്കിൽ ഇവിടുത്തെ സാറ്റലൈറ്റ് വിക്ഷേപിക്കുന്ന അടുത്ത കാര്യം എന്തായി എന്ന് ചോദിക്കാം. വാട്ട് ഈസ് ഇമ്പോർട്ടന്റ് ഫോർ ഗോഡ്? ദൈവത്തിന് ഒറ്റ ചോദ്യം ഉണ്ടായിരുന്നു. ഭൂമിയിലെല്ലാം ഊടാടിയിട്ട് വന്ന പിശാചിനോട് ദൈവം ചോദിച്ച ചോദ്യം, എന്റെ ദാസനായ ഇയ്യോബിന്റെ മേൽ നീ ദൃഷ്ടി വെച്ചുവോ? സോ വാട്ട് ഈസ് ഇമ്പോർട്ടന്റ്? എന്താണ്, ആരാണ് ദൈവത്തിന് പ്രധാനം? Does that speak something to you today? എന്റെ ദാസനായ, എന്റെ മകനായ, എന്റെ മകളായ ഇന്ന വ്യക്തിയുടെ മേൽ നീ ദൃഷ്ടി വെച്ചുവോ എന്നതാണ് ദൈവത്തിന് പ്രധാനം. ഇവിടെ ഉണ്ടാകാൻ പോകുന്ന ന്യൂ ആപ്ലിക്കേഷനും ന്യൂ മൊബൈൽ ഫോണുകളോ പുതിയ പട്ടണങ്ങളോ പുതിയ പണികളോ ഒന്നുമല്ല ദൈവത്തിന് പ്രധാനം. In other words, what is important for God is His church. നമ്മുടെ സഭകളോടൊപ്പം ദൈവത്തിൻ്റെ പണി, ഈ പട്ടണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ, ദൈവത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് അനേകം സഭകളോടുകൂടെ നമ്മുടെ സഭയുമാണ് എന്ന് ഞാൻ പറയട്ടെ. ഈ വചനത്തെ ആസ്പദമാക്കി വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവസന്നിധിയിൽ നിന്ന് പുറപ്പെട്ടു പോകാൻ വേണ്ടി യോന തിരഞ്ഞെടുത്ത യോപ്പയാണെങ്കിൽ ഇവിടെ ദൈവസന്നിധിയിലേക്ക് വരാൻ, ദൈവിക പദ്ധതി ആവിഷ്കരിക്കപ്പെടാൻ ഒരു കണക്റ്റിംഗ് പോയിന്റായി യോപ്പ ഇവിടെ മാറുകയാണ്. സംടൈം ദൈവത്തിൻ്റെ വഴികൾ നമുക്ക് ഒരു പിടിയും കിട്ടത്തില്ല. ആരോ പറഞ്ഞു മുമ്പോട്ട് നോക്കിയാൽ ഒന്നും മനസ്സിലാവില്ല, ഇനി മനസ്സിലാവണമെങ്കിൽ പുറകോട്ട് നോക്കണമെന്ന്. കുറച്ചെങ്കിലും മനസ്സിലാവണമെങ്കിൽ ജീവിതത്തിൽ പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ അയ്യോ അത് ദൈവത്തിൻ്റെ വഴിയായിരുന്നു എന്നേ നമുക്കറിയാൻ പറ്റൂ. മുമ്പോട്ട് നോക്കിയാൽ പലപ്പോഴും വി കനോട്ട് അണ്ടർസ്റ്റാൻഡ്. ഹല്ലേലൂയ. അടുത്ത സത്യം, ചില സത്യങ്ങൾ കൂടെ നമുക്ക് ധ്യാനിച്ച് ഇന്ന് നമുക്ക് ഫുൾ സ്റ്റോപ്പ് ഇടാം. നമ്മൾ ഈ വചനഭാഗം എൻ്റെ മനസ്സിലങ്ങ് കുരുങ്ങിയത് കൊണ്ട് ഞാൻ ഈ ഭാഗത്തിലെ ചില ആത്മീയ പാഠങ്ങളിലേക്ക് വീണ്ടും വീണ്ടും ഒന്ന് രണ്ട് ആഴ്ചകൾ കൂടെ, ഒരാഴ്ച കൂടെങ്കിലും നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കാൻ ആഗ്രഹിക്കുകയാണ്. സോ കാരണം there are lot of spiritual lessons, ആത്മീയ പാഠങ്ങൾ ഇതിൽ മറഞ്ഞു കിടപ്പുണ്ട്. ഇപ്പോൾ യോപ്പയിലേക്ക് ആളെ, അടുത്ത വാക്യം, ശിമോനെ വരുത്തുക. സോ ഇൻസ്ട്രക്ഷൻ ഗിവൻ ടു, ഈ ഇൻസ്ട്രക്ഷൻ ആർക്കാ കൊടുത്തത്? കൊർനെല്യോസിന് കൊടുത്തു. സ്പെസിഫിക് ആയിരുന്നു. അതേ സമയത്ത് തന്നെ അടുത്ത വാക്യം വായിച്ചേ. അവൻ തോൽക്കൊല്ലനായ ശീമോൻ എന്നൊരുവനോട് കൂടെ പാർക്കുന്നു. അപ്പൊ ആരുടെ കൂടെ പാർക്കുന്നു എന്ന കാര്യം കൂടെ അവിടെ പറയാണ്. ചില സമയത്ത് അങ്ങനെയാണ്. ദൈവരാജ്യത്തിന് പ്രയോജനമുള്ള ആളുകൾ പോലും, അവർ ഡയറക്റ്റ്ലി ഒരു ബന്ധമില്ലെങ്കിൽ പോലും അവരെ പോലും ദൈവത്തിന് അറിയാമെന്നുള്ളൊരു കാര്യം ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ? ചില കാര്യങ്ങൾ വരുന്നത്, ചില ഈവൻ ഒരു അനുഗ്രഹം, ഒരു പട്ടണത്തിലൊരു അനുഗ്രഹം വരുന്നത്, ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ മെട്രോയുടെ കാര്യം പറഞ്ഞു, മെട്രോ വരുന്നത് ഇവിടെ ദൈവരാജ്യത്തിൻ്റെ വിസ്തൃതിക്ക് ഒരു കാരണമാകുമെങ്കിൽ പ്രൈസ് ഗോഡ്, അത് നല്ലത്. അല്ലെങ്കിൽ ഇവിടെയുള്ള കമ്മ്യൂണിക്കേഷൻ മാർഗങ്ങൾ വർദ്ധിക്കുന്നത് അത് പ്രയോജനപ്പെടുത്താനുള്ള വഴിയായി തീരുമെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. അതിന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്ന ആളുടെ പാർക്കുന്നു, അവൻ്റെ വീട് കടൽപ്പുറത്താകുന്നു, കൃത്യമായ ലൊക്കേഷൻ വരെ കൊടുത്തു, ലൊക്കേഷൻ മാപ്പ് വരെ അയച്ചു. അടുത്ത വാക്യം, അവനോട് സംസാരിച്ച ദൂതൻ പോയ ശേഷം അവൻ തന്റെ വേലക്കാരിൽ 2 പേരെയും
തന്റെ അടുക്കൽ അകമ്പടി നിൽക്കുന്നവരിൽ ദൈവഭക്തനായൊരു പടയാളിയെയും വിളിച്ച് സകലവും വിവരിച്ചു പറഞ്ഞ് യോപ്പയിലേക്ക് അയച്ചു. യോപ്പ എന്ന പട്ടണത്തിലേക്ക് അയച്ചു. എന്തിനാണ്? ദൈവദൂതൻ പറഞ്ഞ കാര്യം, ദൈവം തന്നോട് സംസാരിച്ച കാര്യമായി ഏറ്റെടുത്തുകൊണ്ട് അതിന്റെ അപ്പുറം എന്താണെന്നോ ഇപ്പുറം എന്താണെന്നോ ഉള്ള ബോധം തനിക്കില്ലെങ്കിലും അതിനായി കീഴ്പ്പെടാൻ വേണ്ടി മനസ്സ് കാണിച്ചു. ഇപ്പൊ നമുക്ക് ഇങ്ങനെ ഒന്ന് സരസമായി ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് അങ്ങ് ചിന്തിച്ചാൽ, ദൈവദൂതൻ ഈ പണിയൊന്നും പെടാതെ നേരിട്ട് പത്രോസ് പറയാനുള്ള കാര്യം പുള്ളിയോട് അങ്ങ് പറഞ്ഞ പോരായിരുന്നോ? Now tell me, പത്രോസ് പറയാനുണ്ടായിരുന്ന, പത്രോസ് വന്ന് പറയേണ്ട കാര്യമില്ല. ദൈവദൂതനെ സ്പഷ്ടമായി കണ്ടു, കൃത്യമായിട്ട് പറയുന്ന കാര്യവും മനസ്സിലാവുന്നുണ്ട്, ഡയറക്ഷൻ വരെ കൊടുത്തു. പക്ഷെ ഈ പത്രോസ് ഇവിടെ വന്ന് പറയാനുള്ള കാര്യം അങ്ങ് പറഞ്ഞ പോരായിരുന്നോ? അതിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന പാഠം ഇതാണ്. നമ്മൾ പഠിക്കുന്ന ആത്മീയ ദൂതിതാണ് പ്രിയരെ. ദൈവത്തിൻ്റെ ദൂതന്മാര് രക്ഷയിലേക്ക് നമ്മളെ നടത്താനുള്ള കണക്റ്റിംഗ് പോയിന്റുകൾ ഒരുക്കും. പക്ഷെ ദൈവം ഒരുക്കുന്ന ഒരു സുവിശേഷ പ്രവർത്തകനോ ഒരു ദൈവത്തിൻ്റെ പ്രതിപുരുഷനോ പകരമാവില്ലത്. ശ്രദ്ധിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. Are you with me? അവർക്കത് ചെയ്യാമായിരുന്നു. പക്ഷേ ദൈവദൂതൻ അത് ചെയ്യുകയില്ല. അവർ പക്ഷെ കണക്ട് ചെയ്യും, വഴികൾ ഒരുക്കും, പാതകൾ നിരപ്പാക്കും, എല്ലാം ചെയ്യാൻ അവർക്ക് പറ്റും. ദർശനം വരെ കൊടുത്തു, കൃത്യമായ ഇൻസ്ട്രക്ഷനും കൊടുത്തു. പക്ഷേ ഇറ്റ് കനോട്ട് റീപ്ലേസ് എ ഹ്യൂമൻ. നമ്മളോട് രക്ഷാവചനം പറയുന്ന ഒരു ദൈവപുരുഷന്, ദൈവത്തിൻ്റെ പ്രതിപുരുഷനായിട്ടാണ് രക്ഷാവചനം നമ്മളോട് പറയുന്നത്. അതിന് പകരമാവില്ല ഒരു ദൂതൻ. അത് നമ്മൾ, അതായത് നിങ്ങൾ ചെന്ന് ഒരുവനോട് രക്ഷാവചനം പറയുന്നതിന് പകരമാവില്ല. ഇവനൊരു ദൈവദൂതന്റെ ശുശ്രൂഷ പോലും. ബാക്കിയുള്ള എല്ലാ ക്രമീകരണങ്ങളും വരുത്താൻ അവരുടെ സഹായം നമുക്ക് ലഭിച്ചാലും we get it, അതിന് പകരമാവത്തില്ല. അതുകൊണ്ട് നമ്മൾ പറയേണ്ടവരോട് നമ്മൾ പറയണം പ്രിയരെ. പത്രോസ് വന്ന് പറയേണ്ടത് പത്രോസ് തന്നെ വന്ന് പറയണം. പത്രോസിന്റെ വാക്കുകൾ ദൈവത്തിന്റെ വാക്കുകളായി തന്നെ അവർ പിന്നീട് സ്വീകരിച്ചു. ആ ഭാഗം നമുക്ക് പിന്നീട് ചിന്തിക്കാൻ ദൈവം കൃപ ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ നമുക്ക് പോകാം. അനുസരണത്തിനായി കൃത്യമായി തനിക്ക് സ്വാധീനമുള്ള ആളുകളെ, പടയാളികളെ ഒക്കെ ചേർത്ത് വെച്ച് യോപ്പയിലേക്ക് ഇമ്മീഡിയറ്റ് ആയിട്ടൊരു ഒബീഡിയൻസ്. യോപ്പ എന്ന് പറയുന്ന ഈ പട്ടണം ഇവരെ പാർക്കുന്ന ഈ സ്ഥലവുമായിട്ട് ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് 45 കിലോമീറ്റർ ദൂരമുണ്ട്. 30 മൈൽ എപ്പാട്ടാണ്. 30 മൈല് 45 കിലോമീറ്റർ ഒരു 30 വർഷം മുമ്പ് യാത്ര ചെയ്ത ആർക്കെങ്കിലും ഒരല്പം 30-40 വർഷം മുമ്പ് കേരളത്തിൽ യാത്ര ചെയ്തവർക്കറിയാം എത്ര ദിവസം വഴി ദൂരം ഉണ്ടെന്നാ പറഞ്ഞ. താഴോട്ട് വായിച്ചേ. പിറ്റേന്നാൾ അവർ യാത്ര ചെയ്ത് പട്ടണത്തോട് സമീപിക്കുമ്പോൾ പത്രോസ് 6-ാം മണി നേരത്ത്. അപ്പൊ ഒരു ദിവസം എടുത്തു 45 കിലോമീറ്റർ യാത്ര ചെയ്യാൻ. ഈ വരികളുടെ ഇടയിലൂടെ എന്തെങ്കിലും കാര്യങ്ങൾ, ശുഷ്കാന്തിയെക്കുറിച്ചോ അനുസരണത്തെക്കുറിച്ചോ എന്തെങ്കിലും കാര്യങ്ങൾ ഗ്രഹിക്കുന്നവർക്കായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഇതൊക്കെ നമ്മൾ ലളിതമായി ഒരുപക്ഷെ വായിച്ചു വിടുക. പിറ്റേന്നാൾ അവർ യാത്ര ചെയ്ത് പട്ടണത്തോട് അടുക്കുമ്പോൾ എന്ന് വെച്ചാൽ it took 1 day for them to reach there. എന്തിനാ? ഒരു കാര്യം അറിയത്തില്ല, എന്തോ സംഭവിക്കുന്നൊന്നും അറിയത്തില്ല, പത്രോസ് ആരെന്ന് അറിയത്തില്ല. പക്ഷെ കൃത്യമായിട്ട് അനുസരിക്കാനുള്ള ആ ഒരു താഴ്മ ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ അരുളപ്പാട് അറിയിക്കാൻ പോകുന്നവനെ വിളിക്കാൻ വേണ്ടി ഉള്ള ഒരു ശുഷ്കാന്തി അവർ കാണിച്ചത്. ആത്മീയ പാതയിൽ വർദ്ധിക്കാനുള്ളൊരു ശുഷ്കാന്തി നമ്മുടെ ഹൃദയത്തിന് എത്രമാത്രം ഉണ്ട് എന്ന് നമുക്ക് നമ്മളെ തന്നെ ശോധന ചെയ്യാൻ ഈ വചനത്തിലൂടെ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ഈ കൃത്യസമയത്ത്, അവർ വരുന്ന ആ കൃത്യസമയത്ത്, പത്രോസിൻ്റെ പിറ്റേനാൾ അവർ എത്തുന്ന സമയത്താണ് ഈ പത്രോസിൻ്റെ ജീവിതത്തിലെ മറ്റൊരു എപ്പിസോഡ് കാണിക്കുന്നത്. സത്യത്തിൽ പത്രോസിനെയും ഒരുപാട് രൂപാന്തരപ്പെടുത്തിയിട്ട് വേണമായിരുന്നു
ഈ ചരിത്രപ്രധാനമായ ഈ സംഭവത്തിലേക്ക് നയിക്കേണ്ടത് തൻ്റെ വീട്ടിലേക്ക്. ചില സമയത്ത് ദൈവത്തിന് നമ്മിൽ ഒരുപാട് പ്രവൃത്തി ചെയ്തെങ്കിലേ ദൈവത്തിന് പ്രയോജനമുള്ള ദൈവഹിതം നിവർത്തിക്കാൻ വേണ്ടി നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കാനായിട്ടിടയാവും. പക്ഷേ ഇറ്റ് ഈസ് വർത്ത് ഇറ്റ് ആൻഡ് ഗോഡ് വിൽ ചേഞ്ച് us ആൻഡ് ഗോഡ് നീഡ്സ് ടു കൺഫ്രണ്ട് us. അതിനുള്ള ചലഞ്ചസിലൂടെ നമ്മളെ കടത്തിവിട്ട് നമ്മളെ ദൈവഹിതം നിറവേറ്റാൻ ദൈവം ഉപയോഗിക്കും. എത്ര മഹത്തായ ചില ആത്മീയ സത്യങ്ങൾ ഈ വരികളുടെ ഇടയിലൂടെ നമ്മൾ ഇന്ന് കണ്ടു. ഇതിൽ നിങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്ന സത്യങ്ങൾ ഏറ്റെടുക്കാൻ മനസ്സുണ്ടോ? ഈ ഭാഗം വീണ്ടും വീണ്ടും വായിച്ചു നോക്കണം. എന്നിട്ട് ഈ പരിശുദ്ധാത്മാവിൽ ഈ കൊർന്നല്യോസ് എന്ന ഈ വ്യക്തിയിലൂടെ ഇന്ന് നമ്മളോട് ദൈവം സംസാരിക്കുന്ന അനന്തമായ ആത്മീയ സന്ദേശങ്ങൾ അത് മുറുകെ പിടിക്കാൻ എനിക്ക് മുന്നോടിയായി വന്ന കൊർന്നല്യോസിനെ പോലെ ഒരു തീവ്രത എൻ്റെ ജീവിതത്തിൽ തരണമേ എന്ന് പ്രാർത്ഥിക്കാം. എനിക്കും കഴിയും. എന്നെയും ദൈവത്തിൻ്റെ ഇത്ര മഹത്തായ അപ്പോസ്തല പ്രവൃത്തിയിലെ ഒരു ഇമ്പോർട്ടൻ്റ് ഇൻസിഡൻ്റായി അതിന് നിദാനമായി കൊർന്നല്യോസും കുടുംബവും തൻ്റെ സ്വാധീന വലയങ്ങളിൽ തീരുന്ന ഒരു കഥയല്ലേ ഇത്? വെറും കഥയിൽ ഒരു ചരിത്രമല്ലേ ഇത്? ഇതേപോലെ നിങ്ങളുടെയും എൻ്റെയും ജീവിതം ദൈവത്തിൻ്റെ വലിയ ഇക്കോണമിയിൽ കണക്ട് ചെയ്യാൻ ദൈവത്തിന് കഴിയും പ്രിയരെ. അങ്ങനെ ചെയ്യുന്നുണ്ട്, നമ്മളത് അറിയുന്നില്ലെന്നേ ഉള്ളൂ. ഒരുപക്ഷെ കൊർന്നല്യോസ് പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല തൻ്റെ ഈ ചരിത്രം ഇറ്റ്സ് ഗോയിങ് ടു ബി റെക്കോർഡഡ് ഇൻ ദ സ്ക്രിപ്ചർ. നമ്മളും പലതും അറിയുന്നില്ല. കൊർന്നല്യോസ് അറിഞ്ഞിട്ടുണ്ടാവില്ല. ദിസ് വാസ് ഹാപ്പനിങ് ടു ഹിം. ഇതുപോലെയാ സാധാരണമായ നമ്മുടെ ചുറ്റുപാടുകൾ നമ്മളിൽ നടക്കുന്ന ദൈവപ്രവൃത്തികളിലൂടെ അനുഗ്രഹം പ്രാപിക്കാൻ പോകുന്ന ഒരുപാട് ആയിരങ്ങളുണ്ട് നമുക്ക് പുറകിൽ, നമുക്ക് ചുറ്റും. മറക്കരുത്. He didn't know, but the Spirit knew. May God bless us through the meditation of this word. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈ ജീവിതത്തിലൂടെ നമ്മളോട് സംസാരിച്ച വചനങ്ങൾ ഹൃദയംഗമായി കൈക്കൊള്ളാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ ചിന്തകൾ തുടരും. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ ഹൃദയങ്ങളെ താഴ്ത്തി ഒരു നിമിഷം നമുക്ക് ശാന്തമായി ഒന്ന് പ്രാർത്ഥിക്കാം. കൊർന്നല്യോസിൻ്റെ ജീവിതത്തിലൂടെ ദൈവമേ, അവിടുന്ന് എന്നോട് ഇന്ന് സംസാരിച്ച സത്യങ്ങളെ, ആത്മീയ ദൂതുകളെ, അത് ഞാൻ ഓർക്കാൻ, അത് ഹൃദയത്തിൽ കുറിക്കൊള്ളാൻ, സംഗ്രഹിക്കാൻ ദൈവമേ എന്നെ സഹായിക്കണമേ. എൻ്റെ ജീവിതവും അതുപോലെ പ്രയോജനമുള്ളതാക്കി അങ്ങ് തീർക്കണമേ. ആ ഭക്തിയും ആ നീതിബോധവും ദൈവത്തെ അനുസരിപ്പാനുള്ള ജാഗ്രതയും ദൈവത്തിൻ്റെ വചനങ്ങൾ, അരുളപ്പാടുകൾ കേൾക്കാനുള്ള ജിജ്ഞാസയും ഞങ്ങളിൽ അധികമായി തരണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. പത്രോസ് ആ വീട്ടിൽ പിന്നീട് വന്ന സമയത്ത് പ്രസംഗിച്ച സത്യങ്ങൾ വളരെ ലളിതമായി ലൂക്കോസ് ക്രോഡീകരിക്കുമ്പോൾ അതിലെ എസൻസ് ഒന്നേ ഉള്ളൂ. അത് ദൈവപുത്രനായ ക്രിസ്തുവിൻ്റെ സുവിശേഷമാണ്, രക്ഷയുടെ വചനങ്ങളാണ്, നമ്മെ രക്ഷിക്കാൻ വേണ്ടി കർത്താവ് ചെയ്ത വസ്തുതയാണ്, മുഖപക്ഷമില്ലാത്ത ദൈവത്തിൻ്റെ കരുണയാണ്. യഹൂദനെ പോലെ തന്നെ യഹൂദന് പുറത്തുള്ളവരെയും രക്ഷിക്കുന്ന ദൈവത്തിൻ്റെ മനസ്സാണ്. കർത്താവിൻ്റെ മേശയിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്കത് ഓർക്കാം. എത്ര വലിയൊരു അത്ഭുതമാണ് അന്ന് അവിടെ നടന്നത്. നമുക്ക് കർത്താവിൻ്റെ മേശയ്ക്കായി നമ്മുടെ ഹൃദയത്തെയും ജീവിതത്തെയും ഒരുക്കുമ്പോൾ കർത്താവ് നമ്മുടെ പ്രാണന് വേണ്ടി ചെയ്തത്
ഈ രക്ഷയുടെ വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ എഴുതപ്പെടാൻ ദൈവമേ അങ്ങ് കരുണ ചെയ്യണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവപുത്രനെ നമുക്ക് ഓർക്കാം. അവിടെ നമുക്കായി സഹിച്ച പങ്കപ്പാടുകളെ നമുക്ക് ഓർക്കാം. അവിടുത്തെ മരണത്തെ പ്രസ്താവിക്കുന്ന ഈ ശുശ്രൂഷ നമ്മുടെ വിശ്വാസത്തിൻ്റെ, നമ്മൾ ആരെ വിശ്വസിക്കുന്നു, നമ്മുടെ രക്ഷയുടെ കൊമ്പ് ആരാണ് എന്ന് നമ്മൾ ഏറ്റുപറയുകയാണ്. നമുക്കായി ജീവനെ വെച്ച് തന്ന കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളെ പൂർണ്ണമായി സമർപ്പിക്കുകയാണ്. ഇതാണ് എൻ്റെ രക്ഷ, ഇതാണ് എൻ്റെ പ്രശംസ. എനിക്ക് പാട്ടും പ്രശംസയും ഒന്നേയുള്ളൂ. ഏറ്റവും വലിയ പ്രശംസ ദൈവ കുഞ്ഞാടും തൻ്റെ കുരിശുമാണ്. എൻ്റെ എല്ലാ ആത്മീയ അനുഗ്രഹത്തിൻ്റെയും ആധാരം അതാണ്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏതു മനുഷ്യനും, അതിൽ ഞാനും ഉൾപ്പെട്ടു, നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് നമുക്കായി പൂർണ്ണമായി ഏൽപ്പിച്ചു തന്നു. ലോകത്തെ അവൻ നൽകി എന്നുള്ളതാണ്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏതു മനുഷ്യനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ആ നൽകി എന്ന വാക്കിൽ തൻ്റെ യാഗം, തൻ്റെ ത്യാഗം, തൻ്റെ മരണം തന്നെ പൂർണ്ണമായി നൽകി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. ഇത്രമാത്രം നിന്ദ്യമായ, അപഹസിക്കപ്പെട്ട ഒരു സാഹചര്യമായിട്ടും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്ന ദൈവപുത്രനെ ഓർത്തുകൊണ്ട് ഈ കർത്താവിൻ്റെ മേശയിൽ പങ്കാളിയാവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.